സോ നമുക്ക് ഈ പ്രായമൊക്കെ ചെന്ന കസ്റ്റമേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കയറുന്ന ഇറങ്ങുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു ഇതാകുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുന്നത്, ഒരു 60 ഡിഗ്രി ഒക്കെയാണ് ഓപ്പണിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഡോസ് എല്ലാം വരുന്നത് 90 ഡിഗ്രി ഓപ്പണിങ്ങിലാണ്. അതല്ല, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒബ്സ്റ്റിക്കിൾസ് കാര്യങ്ങളുണ്ട്, നമുക്ക് ഒരു 360 ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഓവറോൾ വ്യൂസ് കാര്യങ്ങൾ ഒരു 3D ഇമേജിലോ കാര്യങ്ങളിലോ നമുക്ക് ഒബ്സ്റ്റിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നോക്കാനായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. Fasten co-driver seat belt. നമസ്കാരം, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാർ റിവ്യൂ നോക്കാനായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടാറ്റ പഞ്ച് EV ആണ് കേട്ടോ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം മുത്തൂറ്റ് ടാറ്റ ഹെഡ് ഓഫീസിലാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് വിനായക് ബ്രോയിനെ വീഡിയോയിലോട്ട് ക്ഷണിക്കാം. അപ്പൊ ഇതാണ് വിനായക് ബ്രോ. അപ്പൊ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് വേരിയൻസ് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാവോ? സോ നമുക്ക് മെയിൻലി വരുന്ന വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് പ്ലസ്, അഡ്വഞ്ചർ, അതേപോലെ തന്നെ എംപവേർഡ് പ്ലസ് എന്നുള്ള വേരിയൻസിലാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾസിൽ തന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് 25-35 എന്ന് പറയുന്ന രണ്ട് ബാറ്ററി പാക്ക്, മിഡ് റേഞ്ചും ലോങ് റേഞ്ച് ആയിട്ടുള്ള രണ്ട് ബാറ്ററി പാക്കിലായിട്ടാണ് വെഹിക്കിൾസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക്. സോ അതിനകത്ത് തന്നെ നമുക്ക് സൺറൂഫ് വരുന്ന വേരിയൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു മിഡ് റേഞ്ച് ഒക്കെ തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. സോ ഈ ഒരു മിഡ് റേഞ്ച് ആണെങ്കിലും ലോങ് റേഞ്ച് ആണെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് വേരിയൻസിലായിട്ട് അവൈലബിളും ആണ്. സോ കസ്റ്റമേഴ്സിൻ്റെ വിഷയം അനുസരിച്ച് ഇപ്പോൾ ലോക്കൽ നോർമൽ ഓട്ടം കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷോർട്ട് റേഞ്ചിൽ തന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉള്ള വെഹിക്കിൾസ് നമുക്ക് അവൈലബിൾ ആണ്. പ്രൈസ് വൈസ് നോക്കുന്നവർക്കും ഒരു ബഡ്ജറ്റിനകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്ന രീതിക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതെ. ഓക്കെ, അപ്പോൾ പ്രൈസ് റേഞ്ച് എങ്ങനെ സ്റ്റാർട്ടിംഗ് വരുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈ എക്സ്ഷോറൂം സ്റ്റാർട്ടിംഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9,99,000 തൊട്ടിട്ടാണ് വണ്ടിയുടെ വരുന്നത്. ഓൺ റോഡൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം 11 lakhs തൊട്ടിട്ട് നമുക്ക് ഓൺ റോഡ് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. സോ ഈ മാസത്തെ ഒരു അട്രാക്റ്റീവ് ഓഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രൈറ്റീരിയാസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ഏകദേശം ഒരു 1,68,000 വരെയുള്ള ഓഫേഴ്സ് പഞ്ചിന് കറന്റ് റണ്ണിങ് ആണ്. സോ ഒരു പുതിയതായിട്ട് വണ്ടി എടുക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 1,68,000 എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹ്യൂജ് ഓഫറാണ്. കാരണം ഒരു എന്താ പറയുന്നത്, ഒരു മൈക്രോ SUV സെഗ്മെന്റിലുള്ള ഒരു വെഹിക്കിളിന് അത്രത്തോളം ഒരു ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചധികം അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഓഫേഴ്സ്. അതെ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് ആണ്. അതിൽ തന്നെ ഫ്രണ്ട് വ്യൂ ആണ് ഇനി ബ്രോ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയുടെ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് തന്നെ മെയിൻലി അട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബോക്സി ഡിസൈനിൽ വരുന്ന ഒരു മൈക്രോ SUV സെഗ്മെന്റിൽ വരുന്ന വെഹിക്കിളാണ്. സോ ആ ഒരു വിൻഷീൽഡ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ലൊരു വൈഡർ ആയിട്ടുള്ള രീതിക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതേപോലെ തന്നെ നമ്മളെ വൈപ്പർ വാഷേഴ്സ് എല്ലാം തന്നെ ഹിഡൻ ആയിട്ടുള്ള പോർഷനിലാണ് കൊടുത്തേക്കുന്നത്. നമ്മളെ വിസിബിലിറ്റിക്ക് കാര്യമായിട്ടൊന്നും തന്നെ ബാധിക്കുന്നില്ല. സോ നമുക്ക് ഹുഡ്സിന്റെ ഡിസൈൻ നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി സ്ലീക്ക് ആയിട്ട് നിൽക്കുന്ന സൈഡിൽ മാത്രം കുറച്ച് പ്രൊജക്ഷൻ ഒക്കെ കൊടുത്ത് കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട്. സോ നമ്മൾ DRLs വരുമ്പോഴത്തേക്ക് ഡിജിറ്റൽ DRLs ആണ്, ഫുള്ളി കണക്റ്റഡ് DRLs വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. സോ ബമ്പർ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള തന്നെ ഒരു ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ഇന്റീരിയറിൽ തന്നെയാണ് വരുന്നത്. സോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് എയറോഡൈനാമിക് ഡിസൈൻ അല്ലെങ്കിൽ വണ്ടിയുടെ എന്താ പറയുന്നത് ഓവറോൾ ഒരു പാർട്സ് കാര്യങ്ങളൊക്കെ കൂളാക്കാൻ വേണ്ടിയിട്ട് തന്നെ അത്യാവശ്യം ഒരു എയർ കർട്ടൻസ് ഒക്കെ പോലെ നമുക്ക് സൈഡിൽ കുറച്ച് വെൻസ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓവറോൾ എർഗണോമിക്സ് അല്ലെങ്കിൽ എയറോഡൈനാമിക്സ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. സോ നമുക്ക് ഹെഡ്ലൈറ്റ്സ് നോക്കുന്ന സിറ്റുവേഷനിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റഡ് ടൈപ്പ് ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് ബൈഫങ്ഷണൽ ആയിട്ടുള്ള ഫോഗ് ലാംപ്സും വരുന്നുണ്ട്. അത് വരുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോർണറിംഗ് ഫംഗ്ഷൻ ഉൾപ്പെടെ വരുന്നുണ്ട്. പിന്നെ ടയർ എയർ കർട്ടൻസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ഹിഡൻ ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്ക് വണ്ടിയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുന്നത് നമുക്ക് നല്ല ഒരു വൈഡർ ആയിട്ടുള്ള സൈഡ് വിൻഡോ ഗ്ലാസസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് ORVM തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ക്ലാഡിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിലാണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ട്, ഫൈബർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഓവറോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടയർ സൈസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 16 ഇഞ്ചിൻ്റെ വീൽസ് ആണ് വരുന്നത്. ബേസ് വേരിയൻസ് 2 വരുമ്പോൾ നമുക്ക് സ്റ്റീൽ വീൽസ് വിത്ത് വീൽ ക്യാപ്സ് ആയിരിക്കും വരുന്നത്. അഡ്വഞ്ചർ തൊട്ടിട്ട് നമുക്ക് വരുമ്പോൾ ഹൈപ്പർ സ്റ്റൈൽ വീൽസും പിന്നെ അതിനുശേഷമുള്ള എംപവേർഡ് തൊട്ട് നമുക്ക് അലോയ് വീൽസും ആയിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്. സോ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അല്ലാത്ത വേരിയൻസ് വരുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത് സ്പോയിലേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പിന് മേളിലായിട്ട്. അതേപോലെ ഷാർക്ക് ഫിൻ ആൻറ്റിന ആയിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് ഡിഫോഗർ ലൈൻസ് കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും അല്ലാത്ത മോഡൽസ് വരുമ്പോൾ. പിന്നെ ടാറ്റയുടെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാംസ് കാര്യങ്ങളെല്ലാം ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് ഈ ഒരു പോർഷനിലായിട്ടാണ് ക്യാമറ കാര്യങ്ങൾ, റിവേഴ്സ് ക്യാം കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്.
പിന്നെ നമുക്ക് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് ബൂട്ടിൻ്റെ കാര്യം നോക്കാം. 366 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ടോപ്പ് ആൻഡ് മോഡൽ വേരിയൻസ് ചേഞ്ച് ആവുന്നതനുസരിച്ച് നമുക്ക് പാഴ്സൽ ട്രെയും കാര്യങ്ങളെല്ലാം തന്നെ എക്സ്ട്രാ ആഡ് ആവുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബമ്പർ ഡിസൈൻസിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഏതൊരു കളർ എടുക്കുന്ന കസ്റ്റമേഴ്സിനും കുറച്ചും കൂടി ഒരു ബ്ലാക്ക് ഇൻസേർട്സ് അല്ലെങ്കിൽ ഒരു സിൽവർ ഗാർണിഷ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ നൈറ്റ് ടൈമിലാണെങ്കിൽ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ ബാക്കിൽ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ടെയിൽ ലൈറ്റ്സ് ആണെങ്കിൽ ഒരു വെറൈറ്റി ഡിസൈനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്കിപ്പോൾ ഒരു മൈക്രോ SUV സെഗ്മെൻറ്റിൽ വരുന്ന EVs ഒക്കെ നോക്കുമ്പോൾ വളരെയധികം വെഹിക്കിൾസിൻ്റെ അവൈലബിലിറ്റി വളരെയധികം കുറവാണ്. സോ ആ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുറച്ചധികം പ്രീമിയംനെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഇൻറ്റീരിയർ ക്യാബിനാണ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് നമുക്ക് സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഇലുമിനേറ്റഡ് ലോഗോ പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ ടാറ്റയുടെ ഇതിനകത്ത് വരുന്നത്. സോ നമുക്ക് വേരിയൻസ് ചേഞ്ച് ആവുന്നതനുസരിച്ച് ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് വീൽ ഇപ്പം 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നമുക്ക് 4 സ്പോക്കിൽ സ്റ്റിയറിംഗ് വീൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഓവറോൾ ഡിസൈൻസ് കാര്യങ്ങൾ ഡിജിറ്റൽ ക്ലസ്റ്റർ ആണെങ്കിൽ ഒരു 10.25 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ക്ലസ്റ്റർ, അതേപോലെ തന്നെ നമുക്കൊരു ഇൻഫർടൈൻമെൻറ്റ് ചെറിയ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൺട്രോൾസ് എല്ലാം വരുന്ന ഫിജിറ്റൽ കൺട്രോൾസ് ആണ് വരുന്നത്, AC-യുടെ കൺട്രോൾസ്. അതിനകത്ത് തന്നെ നമുക്ക് ലോക്ക് അൺലോക്ക് ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള എല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് ഫിജിറ്റലാണ്, ഫിസിക്കൽ സ്വിച്ചസ് ഒന്നും തന്നെ വരുന്നില്ല. അതേപോലെ തന്നെ നമ്മളെ ഗിയർ സെലക്ടേഴ്സ് കാര്യങ്ങളാണെങ്കിൽ ജുവൽ ജുവൽ ഡിസൈനിൽ വരുന്ന കൈൻഡ് ഓഫ് തിങ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ഇപ്പോൾ ഒരു പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നമുക്ക് ഒരു റേഞ്ച് റോവർ ജാഗ്വാറിലൊക്കെ വരുന്ന അതേ കൈൻഡ് ഓഫ് പാറ്റേൺ ഡിസൈനിലാണ് ഈ ഒരു സംഭവം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓവറോൾ ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഓഫ് ഗ്രേ കളർ ഡിസൈനിലാണ് ഓവറോൾ ഇത് വരുന്നത് നമുക്ക്. അതേപോലെ തന്നെ നമ്മളെ സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഹർമൻ്റെ സിസ്റ്റമാണ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെയധികം മികച്ച രീതിക്കുള്ള സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേരിയൻസ് ചേഞ്ച് ആവുന്നതനുസരിച്ച് സൺറൂഫ് കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഹൈറ്റ് കുറവായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ സീറ്റ് റിക്ലൈനിങ് ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വരുന്നുണ്ട്. സോ ഏതൊരു തരത്തിലുള്ള കസ്റ്റമേഴ്സിനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു യൂട്ടിലിറ്റി കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രോ ഇപ്പം അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ഹൈറ്റ് കുറവുള്ളവർക്കും കൂടുതലുള്ളവർക്കും എല്ലാം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ അതിപ്പോ എല്ലാ വേരിയൻസിലും വരുന്നുണ്ടോ? അതെ, നമുക്കിപ്പം ബേസ് വേരിയന്റ് തൊട്ടുള്ള വെഹിക്കിൾസിനകത്ത് ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് ഈ പ്രായമൊക്കെ ചെന്ന കസ്റ്റമേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കയറുന്ന ഇറങ്ങുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു ഇതാകുമ്പോൾ നമുക്കൊരു ഒരു 60 ഡിഗ്രി ഒക്കെയാണ് ഓപ്പണിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഡോസ് എല്ലാം വരുന്നത് 90 ഡിഗ്രി ഓപ്പണിങ്ങിലാണ്. അതേപോലെ തന്നെ നമ്മളെ വീൽ ബേസ് വരുമ്പോഴത്തേക്ക് ഏകദേശം 2445 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 6 ഫീറ്റ് ഹൈറ്റുള്ള കസ്റ്റമർ ആണെങ്കിൽ കൂടിയും ഇപ്പോൾ എൻ്റെ ഹൈറ്റൊക്കെ വരുന്നത് ഓൾമോസ്റ്റ് ഒരു 5.7 ആണ്. സോ ഏകദേശം ഇപ്പം ഞാൻ ഇരുന്നിട്ട് ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം നമ്മൾ ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൂടിയും നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ തന്നെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ സീറ്റ്സിൻ്റെ ഡിസൈൻ നോക്കിയാലും കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൺജഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ലോങ് ജേർണീസിൽ ഒന്നും തന്നെ ഫീൽ ആവില്ല. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ലോങ് ജേർണിയിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. കാരണം നമ്മൾ യൂഷ്വലി ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു കംഫർട്ട് പല വെഹിക്കിൾസിനും ബാക്കിൽ കിട്ടാറില്ല. ഇപ്പം ഈ ഒരു ഇപ്പം നമ്മൾ മാക്സിമം ഫ്രണ്ട് സീറ്റ് ബാക്കിലേക്ക് ഇട്ടിട്ടും നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഇപ്പം പല വെഹിക്കിൾസ് നോക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ആയിരിക്കും ചിലപ്പം കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്. സോ ഇതിപ്പം വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം വലിയവർക്കാണെങ്കിലും സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. സോ അതേപോലെ തന്നെ നമ്മൾ സീറ്റ്സ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ലംബാറിന്റെ സൈഡിലുള്ള കുഷനിങ്സ് കാര്യങ്ങളാണെങ്കിൽ കൂടിയും അത്യാവശ്യം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരുപാട് അകത്തേക്ക് നിൽക്കുന്ന സീറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ജേർണീസിന് കുറച്ചധികം സഫോക്കേഷൻസ് ഫീൽ ചെയ്യും. അതായത് ഒരു ജേർണി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സിറ്റുവേഷനിലായിരിക്കും നമുക്ക് ഒരു ബോഡി പെയിനോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നത്, ടയർഡ്നെസ് വരും. സോ ഇതെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എല്ലാ ഫുൾ സീറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ലംബാർ സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് തന്നെ കുഷനിങ് അത് ലെവൽ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പം ചില ഡോക്ടേഴ്സ് ഒക്കെ പറയാറില്ലേ മറ്റേ മെഡിക്കേറ്റഡ് പില്ലോസ് അല്ലെങ്കിൽ സീറ്റ്സ് കാര്യങ്ങളൊക്കെ, അതേപോലത്തെ ഒരു കൈൻഡ് ഓഫ് സീറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. കംഫർട്ടബിൾ അറേഞ്ച്മെന്റ്സ്, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ അറേഞ്ച്മെന്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. സോ നമുക്ക് ടേണിങ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 360 SVS അതായത് സറൗണ്ട് വ്യൂ സിസ്റ്റം കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അതല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ഒബ്സ്റ്റിക്കിൾസ് കാര്യങ്ങളുണ്ട്, നമുക്ക് ഒരു 360 ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഓവറോൾ വ്യൂസ് കാര്യങ്ങൾ ഒരു 3D ഇമേജിലോ കാര്യങ്ങളിലോ നമുക്ക് ഒബ്സ്റ്റിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നോക്കാനായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ചുറ്റിനുമുള്ള എന്തെങ്കിലും കാര്യങ്ങളോ എല്ലാം തന്നെ നമുക്ക് സ്ക്രീനിൽ കൂടെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ക്രീനിൽ
കാണിക്കുന്ന ഇൻഡിക്കേഷൻസ് ഒക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ബാക്ക് ടയറിന്റെ എൻ പോർഷൻ വരെ കിട്ടുന്നതായിരിക്കും ഡ്രൈവ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ. ഇപ്പോൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ബാക്ക് ടയറിന്റെ എൻ പോർഷൻ വരെ ഉള്ളത്, അതായത് ബ്ലൈൻഡ് സ്പോട്ടിൽ എന്തൊക്കെ നിൽക്കുന്നോ അത് ഇത്രയും നമുക്ക് കിട്ടുന്നതായിരിക്കും. അതെ, അതിനകത്തൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലൈനിങ്സും കൊടുത്തിട്ടുണ്ട്. റെഡ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നമ്മളെ എന്താ പറയുന്നത് നിയർ ബൈ ആയിരിക്കും. സോ ഒരു ഓറഞ്ച് വരുന്നുണ്ട്. പിന്നെ ഗ്രീൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സേഫ് സോണിലായിരിക്കും. അതെ. സോ നമുക്ക് സൺറൂഫ് വരുമ്പോഴത്തേക്ക് ഇപ്പം സൺറൂഫ് ആവശ്യമുള്ള കസ്റ്റമേഴ്സ് ആണ്. ഇപ്പം ചിലപ്പം ഫാമിലീസിലൊക്കെ നോക്കുമ്പോൾ കുട്ടികളൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന സൺറൂഫിനും ആയിരിക്കാം. കാരണം നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് തന്നെ പോകണമെന്നില്ല. നമുക്ക് ഓൾമോസ്റ്റ് ഒരു മിഡ് റേഞ്ചിൽ തന്നെ സൺറൂഫ്സ് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ട് വരുന്ന മോഡൽസ് ഉണ്ട്. സോ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സൺറൂഫാണ്. അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു എൻജോയ്മെൻറ്റ് കാര്യങ്ങളായിരിക്കും. പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല സൈറ്റ് ഒക്കെ പോകുന്ന സമയത്ത് നല്ല വ്യൂ ആയിരിക്കും. അതെ, വ്യൂസ് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് അഡ്വഞ്ചർ ആണ്. അപ്പം ഇത് ഏത് വേരിയന്റ് ബ്രോ? ഇത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എംപവേർഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അത് ലോങ് റേഞ്ച് വരുന്ന വെഹിക്കിൾ ആണ്. 35 കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് എന്തൊക്കെ ഡിഫറൻസ് ആണ് ഫസ്റ്റ് അഡ്വഞ്ചറിൽ നിന്ന് നമ്മൾ അഡ്വഞ്ചർ നോക്കിയത് സൺറൂഫ് ഇല്ലാത്ത വേർഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. സോ ഇത് വരുമ്പോഴത്തേക്ക് ആക്ച്വലി നമുക്കൊരു മിഡ് ഓപ്ഷൻ വെഹിക്കിൾസിലൊക്കെ തന്നെ സൺറൂഫ് ആഡ് ഓൺ ആയിട്ട് വരുന്ന വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആണ്. അതിനകത്ത് ഇപ്പം ഇതിനകത്ത് മാത്രം എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓട്ടോ സെൻസിങ് റെയിൻ വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം 360 ഡിഗ്രി വ്യൂ ക്യാമറ, അതാണ് നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഈ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുന്നത് ഇൻഡിക്കേഷൻസ്, ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മളെ എന്താ പറയുന്നത് ആർക്കേഡ് എന്ന് പറയുന്ന ഒരു നമ്മളെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റിഗ്രേറ്റഡ് ആപ്പ് വരുന്നുണ്ട് ടാറ്റയുടെ തന്നെ. അതൊക്കെ എക്സ്ക്ലൂസീവ്ലി ഇതിനകത്തായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡൽസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ.